ഒരു പുതിയ കാറൊന്നും മേടിച്ചാൽ കുഴപ്പമൊന്നുമില്ല, ശരിക്കും ലക്ഷക്കരനൊന്നും കുഴപ്പമൊന്നും വരില്ല. പക്ഷെ ഒരു പുതിയ കാറ് വാങ്ങിക്കാൻ ഞാൻ തീരുമാനിച്ചാൽ അത് ഭരണ സംവിധാനത്തിന് കൊടുക്കുന്ന റോങ് മെസ്സേജ് ആവും, തെറ്റായ സന്ദേശമാണ്. കാരണം അത്രയും സാമ്പത്തിക നില വഷളായിരിക്കുന്ന ഒരു സമയത്ത് ആർഭാടങ്ങൾ പരമാവധി കുറച്ച് നമ്മൾ ചില മാതൃകകൾ സൃഷ്ടിക്കണം. അപ്പോൾ ഉള്ള കാറ് അത് ഉപയോഗിക്കും. ഏത് കാറാണെന്ന് വെച്ചാൽ അതിൻ്റെ കളറൊന്നും നോക്കില്ല, ഏത് കാറാണ് എന്ന് വെച്ചാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ തൽക്കാലം കാറൊന്നും പുതിയതൊന്നും വേണ്ടി അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവർ Z+ കാറ്റഗറിയാണ്, ശ്രദ്ധിക്കണമെന്ന് പോലീസോട് പറഞ്ഞു. എങ്കിലും പറഞ്ഞു, ഞാൻ കരുതുന്നത് വലിയ ആർഭാടത്തോടെ വളരെ പത്രാസിലൂടെ റോഡിലൂടെ പോയാൽ ആളുകൾ എന്നെ ചിലപ്പോൾ അവർ പുറത്തൊന്നും പറയില്ലായിരിക്കും, പക്ഷെ ഉള്ളിൽ കളിയാക്കിച്ചിരിക്കും. അതിൻ്റെ അത്രയൊന്നും ആയിട്ടില്ല ഞാൻ. അപ്പോൾ അത് ഏറ്റവും ലളിതമായി ഏറ്റവും കുറച്ച് ചെയ്യണമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴിയിലൊന്നും ആളുകളൊന്നും ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞു. പരമാവധി ഏറ്റവും കുറച്ച് വാഹനങ്ങൾ, ഏറ്റവും കുറവെന്ന് വെച്ചാൽ വിരലിലെണ്ണാവുന്നതിന് താഴെ മിനിമം അത്രേ പാടുള്ളെന്ന് പറഞ്ഞു. അത് ഒന്നും ഉണ്ടായിട്ടല്ല, ഞാൻ ഇതിനു മുമ്പ് പോയവരെയൊന്നും പരിഹസിക്കൊന്നുമല്ല, അതൊന്നുമല്ല. അവർക്കൊക്കെ അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. 1. 2, നമ്മൾ ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ചിലപ്പോൾ മുകളിലിരിക്കുന്നവർ അല്ലേ കൊടുക്കുന്ന സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശം ക്ലിയറാണ്, അത് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കണം. നമ്മൾ പത്രാസവും ആർഭാടവും കാണിച്ചാൽ നമ്മുടെ താഴെയുള്ളവർ മുഴുവൻ കാണിക്കും. അതിനുള്ള ശേഷി കേരളത്തിലെ ഖജനാവിനില്ല.